ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ്, അവരെങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വിലയിരുത്തുന്നത്, അവരുടെ മനസ്സിൽ എന്താണുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ ഇത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ക്ലൂസ്, എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് തിങ്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു വീഡിയോ ആയിട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന കൂടുതലൊരു എനർജീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്, ഈ ഒരു പേഴ്സൺ ഒരുപാട് തവണ നിങ്ങളെ ഓർക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു പാസ്റ്റ് മെമ്മറീസ് അവരുടെ മൈൻഡിലൂടെ പോകുന്നുണ്ട്. അത് അവർക്ക് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന വ്യക്തിയും നിങ്ങളും തമ്മിൽ ഇപ്പോൾ അധികം കോണ്ടാക്റ്റിലൊന്നും ആയിരിക്കില്ല. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റിലോ, ഇനി വല്ലപ്പോഴും മിണ്ടുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും ഒരു ഓൺ ആൻഡ് ഓഫിലൊക്കെ വന്ന് പോകുന്ന തരത്തിലായിരിക്കാം. കാരണം ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള നിങ്ങൾ തമ്മിലൊരു കോൺവെർസേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇത്രത്തോളം ഒരു മിസ്സിങ് ഫീലോ അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നൊരവസ്ഥയൊന്നും അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അതുപോലെ തന്നെ കറൻ്റ്ലി ഈ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആരിലും പ്രത്യേകിച്ച് ഒരു വിശ്വാസവും ഉണ്ടാവില്ല. അവർ പലരെയും ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ഉൾപ്പെടെ പലരെയും അവർ വിശ്വസിച്ചിട്ടുണ്ടാവും, പലരും അവരുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ടാവും. എങ്കിലും കറൻ്റ്ലി ഈ ഒരു പേഴ്സണ് ആരോടും ഒരു ട്രസ്റ്റോ അല്ലെങ്കിൽ ആരെയും അധികമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കാനോ കഴിയാത്തൊരവസ്ഥയിലൂടെയാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം അവരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു മൈൻഡ് തന്നെയാണ്. അല്ലെങ്കിൽ അവർ കൂടുതൽ സമയം ഒരു കോൺവെർസേഷൻ നടത്തുന്നത് അവരുടെ ആ ഒരു മനസ്സിനോട് അല്ലെങ്കിൽ ആ ഒരു സോളിനോട് തന്നെയായിരിക്കും. അപ്പോൾ അവർക്കിപ്പോൾ ശരി തെറ്റുകൾ പറഞ്ഞു കൊടുക്കാനായിട്ട് അവരുടെ ചുറ്റും ആരുമില്ല. തീർച്ചയായിട്ടും അവരുടെ ഒരു മനസാക്ഷിക്ക് എന്ത് തോന്നുന്നു അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ആരെയും ട്രസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഈ പറഞ്ഞ പോലെ ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലോ ഒക്കെ വന്നിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഇതിനിടയ്ക്ക് എന്തൊക്കെയോ മിസ്റ്ററീസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും ഇതിനോടകം തന്നെ അവരുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരങ്ങനെയുള്ള പല വ്യക്തികളാവാം, അല്ലെങ്കിൽ പല സാഹചര്യങ്ങളായിരിക്കാം ഇതിലൂടെയൊക്കെ അവർ കടന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെയോ അവരെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യിപ്പിച്ചിട്ടുള്ള മിസ്റ്ററീസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാസ്റ്റിൽ ഈ ഒരു പേഴ്സൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നാലും ഇപ്പോൾ അവർ കുറച്ചും കൂടി വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുന്ന രീതിയിലാണ്. അതായത് ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും 10 പ്രാവശ്യം ആലോചിച്ചിട്ട് ചെയ്താൽ മതി, ഇനിയൊന്നും എടുത്ത് ചാടി ചെയ്യേണ്ട എന്നുള്ളൊരു രീതിയിലാണ് ആ ഒരു പേഴ്സൻ്റെ മൈൻഡ് ഉള്ളത്. അപ്പോൾ ഇവിടെ അവർ ഒരുപാട് തവണ നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ കാര്യങ്ങൾ, നിങ്ങൾ ഒരുമിച്ചിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് അവർ സന്തോഷിക്കുകയും അതോടൊപ്പം തന്നെ സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരുപാടൊരു എന്താ പറയുന്നത്, ഇമോഷണൽ പെയിൻ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ആ ഒരു മിസ്സിങ് ഫീലിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് തവണ ആലോചിക്കുന്നുണ്ട്. അതായത് പല സമയങ്ങളിലും പെട്ടെന്ന് നിങ്ങളുമായിട്ട് അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ വീണ്ടും ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പോൾ വേണ്ട, അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കാത്തിരിക്കണം, അല്ലെങ്കിൽ ഇതാണോ റൈറ്റ് ടൈം എന്നൊക്കെയുള്ള രീതിയിൽ അവർ ഒരുപാട് ചിന്തിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് പാസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും അത്ര ക്ലിയർ ആയിട്ട് വിസിബിളായിട്ട് വന്നിട്ടില്ല. ഏകദേശം കാര്യങ്ങൾ മാത്രമേ നമുക്കിവിടെ ക്ലിയർ ആവുന്നുള്ളൂ. ഇപ്പോഴുള്ള ആ ഒരു പേഴ്സൻ്റെ മൈൻഡും അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സ് ഇപ്പോൾ അവരെങ്ങനെ പുറമെ കാണിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിയുക. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളുമായിട്ട് അകന്നു പോകാനുള്ള റീസൺ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോ തന്നെ ആവാനാണ്
നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിയുമ്പോൾ കൂടുതലുള്ളൊരു പോസിബിലിറ്റീസ് കാണുന്നത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ ആ ഒരു സെപ്പറേഷനുള്ള കാരണം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ത്രീ സാന്നിധ്യമാവാം. അതായത് ഒരു ഫെമിനിൻ എനർജീനെയാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അകന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവാം. ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കാണുന്നത്. അപ്പോൾ കുറച്ചധികം പേർക്കും ആ ഒരു തരത്തിൽ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരെയും ട്രസ്റ്റ് ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ പോകുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് അവരൊരുപാട് ദുഃഖിക്കുന്നുണ്ട്, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ബുദ്ധിമുട്ടുകളും ഈ ഒരു പേഴ്സണുണ്ട്. നമുക്ക് ആ ഒരു സെപ്പറേഷൻ എന്നുള്ളൊരവസ്ഥ കാണാം. അതായത് ഉള്ളിലുള്ള ദുഃഖം ആരോടും ഷെയർ ചെയ്യാൻ പറ്റാതെ അത്രത്തോളം അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത്രയധികം മാനസിക വിഷമം അനുഭവിക്കുന്നൊരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നതെങ്കിലും ആ ഒരു വ്യക്തി ഏതൊക്കെയോ കാര്യത്തിൽ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് അവർ ഏതോ ഒരു കാര്യത്തിൽ കൂടുതലായിട്ട് പ്രതീക്ഷ അർപ്പിക്കുന്നു, അല്ലെങ്കിൽ നാളെ അത് അവരുടെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് മാറുമെന്ന് തന്നെ വിശ്വസിച്ച് അവരതിലേക്കായിട്ട് വളരെ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ എന്ത് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്ത് വ്യക്തികളോ എന്തോ ആയിക്കൊള്ളട്ടെ അവരെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും അതിൽ നിന്ന് ഒന്നും മാറാതെ അല്ലെങ്കിൽ ആ ഒരു ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന സംഭവം അവർ വളരെയധികം സ്ട്രോങ് ആയിട്ട് കൊണ്ടു നടക്കുന്നു. ഈ ഒരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഫിനാൻഷ്യലി ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുന്ന എന്തിനെങ്കിലും വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും അവർ ഇന്ന് വർക്ക് ചെയ്യുന്ന ആ ഒരു കാര്യം നാളെ അവരുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് മാറും, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഫ്രീഡം കിട്ടുന്ന ഒരു സംഭവമായിട്ട് അത് മറിയും എന്നുള്ളൊരു ഉറപ്പ് അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ അത്രയും നമുക്ക് ഇവിടെ ഈ ഒരു ഇമേജ് നോക്കുമ്പോൾ തന്നെ അറിയാം, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു തരത്തിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിലും ഇനി മറ്റേതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു എളുപ്പ വഴി കൂടിയാണ്. കാരണം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ആ ഒരു അവെയർനെസ് എന്നുള്ളൊരു കാർഡിൻ്റെ താഴെ തന്നെയാണ് ഈ ഒരു 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. അതിൻ്റെ താഴെയാണ് ആ ഒരു 6 ഓഫ് കപ്സ്, ആ ഒരു പാസ്റ്റ് ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർത്തുള്ള ഒരു ദുഃഖവും കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ മനസ്സിൽ കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്വീറ്റ് മെമ്മറീസ് അവരുടെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാർഡ് തന്നെയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് തിരിച്ചു പിടിക്കണം എന്നുള്ളൊരാഗ്രഹവും ഇവരുടെ മനസ്സിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവരിപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു കാര്യം നാളെ അവർക്കൊരു വഴിത്തിരിവായി മാറും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉൾപ്പെടെ എല്ലാം അവർക്ക് നികത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ പാസ്റ്റിൽ ഈ ഒരു പേഴ്സൺ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ ഹോട്ട് ടെമ്പേർഡ് ആവുന്ന, ഏത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും മുൻപിൽ നോക്കാതെ ചാടി വീഴുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു അനുഭവങ്ങൾ തീർച്ചയായിട്ടും എന്തൊക്കെയോ മിസ്റ്ററീസ് ഇവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇൻസിഡൻസ് ഒക്കെ ആവാം ഇവർ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പേഴ്സൺ ഒരുപാട് ഒരു ക്ഷമാശക്തി അല്ലെങ്കിൽ വളരെയധികം ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് ഇവർ വളർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, അവരുടെ ലൈഫിലുള്ള വ്യക്തികൾ, അറ്റ് ദ സെയിം ടൈം നിങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പും ഇതെല്ലാം കമ്പയർ ചെയ്ത് ഈ ഒരു പേഴ്സൺ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സ്നേഹം എന്തായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ എന്തായിരുന്നു എന്നുള്ളത് അവർ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. അവരതിനെക്കുറിച്ച് അവെയർ ആവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളുടെ കൺമുൻപിലുള്ളപ്പോൾ നമുക്കൊരു വില ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത് കൂടുതലായിട്ട് കിട്ടുമ്പോൾ ഒരു ശല്യമായിട്ടൊക്കെ തോന്നിയേക്കാം. കുറച്ച് കഴിഞ്ഞ് നമുക്കത് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു വാല്യൂ, അല്ലെങ്കിൽ ആ ഒരു കാര്യം എൻ്റെ ലൈഫിലുണ്ടായിരുന്നപ്പോൾ ഞാൻ എത്ര ഹാപ്പി ആയിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ തീർച്ചയായിട്ടും ആ ഒരു ഹെർമിറ്റ് മോഡിലൂടെയും പോകുന്നുണ്ട്. പലതരത്തിലുള്ളൊരു ഫീലിങ്സ് നമുക്ക് അവരിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഹാൻഡ്മാൻ്റെ രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആ ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് പതിയെ അവർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാവുന്നു, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ മനസ്സിലാവുന്നു, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എന്താണെന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് ചുറ്റുമുള്ള വ്യക്തികൾ എത്രക്കാരാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നമുക്കിവിടെ കാണുന്നത് പോലെ പലപ്പോഴും ആ ഒരു മിസ്സിങ് ഫീലും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സങ്കടം വരുന്നൊരവസ്ഥയും ആ ഒരു സപ്രസ്ഡ് മൈൻഡും ഒക്കെ അവരിലുണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയേക്കാൾ ഒരുപാട് വയസ്സിന് ഇളയ വ്യക്തികളായിരിക്കാം നിങ്ങൾ. ആ ഒരു ഏജ് ഡിഫറൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആ ഒരു പേഴ്സൺ ആ ടൈപ്പ് ആയിരിക്കാം.
അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നല്ല രീതിയിലുള്ളൊരു പ്ലാനിങ് കാണുന്നുണ്ട്. ആ ഒരു പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഏതോ ഒരു കാര്യത്തിൽ ഒരുപാട് ഫോക്കസ്ഡ് ആണ്. അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നേറണം എന്ന് തന്നെ വിചാരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളൊരു കോൺഫിഡൻസിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളിലേക്ക് വരുന്ന ഒരു ബ്ലോക്കേജ് എന്ന് പറയുന്നത് ചിലർക്കെങ്കിലും ആ ഒരു മണി മാറ്റർ ആയിരിക്കാം. അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഈ ഒരു പേഴ്സൺ സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് നിങ്ങളിലേക്ക് വരുന്നതിന് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സമുണ്ടാവാം. ഇനിയിപ്പോൾ നിങ്ങളിലേക്ക് അവർ വന്നു കഴിഞ്ഞാൽ പോലും ആ ഒരു തേർഡ് പാർട്ടി ഇവർ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ ഇവർ പ്രധാനമായിട്ടും സ്വയം പര്യാപ്തത നേടാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക ഒരു മജീഷ്യൻ്റെ എനർജി ആ ഒരു രീതിയിലേക്ക് മാറാൻ അല്ലെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആസ് എബവ് സോ ബിലോ എന്ന് പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും മജീഷ്യൻ്റെ കയ്യിലുണ്ട്. അത് വാൺസ് ആയിക്കോട്ടെ, സോഡ്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ കപ്സ് ആയിക്കോട്ടെ, പെൻറ്റിക്കിൾസ് ആയിക്കോട്ടെ, എല്ലാം മജീഷ്യൻ്റെ കയ്യിലുണ്ട്. ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ആ എല്ലാ പവറും പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറണം. ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ അവർ ആരുടെയെങ്കിലും കൺട്രോളിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം മാറ്റി ആ ഒരു ഫ്രീഡം അവർക്ക് എൻജോയ് ചെയ്യണം എന്നുള്ളത് അവർ തീർച്ചയായിട്ടും മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പും തിരിച്ചു പിടിക്കുക, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരിക എന്നുള്ളൊരു കാര്യവും. അപ്പോൾ ഇത്തരത്തിലെല്ലാം നേടുക അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ അവർക്ക് നടക്കാത്ത പല കാര്യങ്ങളും സ്വന്തമാക്കുക എന്നുള്ളൊരു ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവർ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് സ്ട്രഗിൾ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് സെപ്പറേഷൻ ആരോട് ഷെയർ ചെയ്യാനാവാതെ ഒരുപാട് വിഷമങ്ങൾ അവരുടെ മൈൻഡിൽ ഉള്ളിലുണ്ടെങ്കിൽ പോലും അവർ മുൻപോട്ട് പോകുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ ആ ഒരു നാളെ എന്നുള്ളൊരു കാര്യത്തിലേക്ക് പോകാനുള്ള ഒരു സ്വപ്നം എന്ന് പറയുന്നത് പോലും ഇതായിരിക്കാം. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിപ്പോൾ കറൻ്റ്ലി വേദനിപ്പിക്കുന്ന ആ ഒരു കാര്യം തീർച്ചയായിട്ടും എൻഡ് ചെയ്യണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു എൻഡിങ് കാർഡ്സ് 2 എണ്ണം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു സെപ്പറേഷൻ്റെ കാർഡ് വന്നിട്ടുണ്ട്, 10 ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ എൻഡ് ചെയ്യാനാണ് ഈ ഒരു വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അതിനുള്ളൊരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാനും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാനും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എവിടെയാണോ കട്ടായി പോയത് അത് വീണ്ടും തിരിച്ചെടുക്കണം എന്നൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് ആ ഒരു സമയത്താണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഫ്യൂച്ചറിനെ കുറിച്ച് ശരിക്കും പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന പോലെ അവർ ഫോക്കസ് ചെയ്യുന്ന കാര്യം നടന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമെന്നവർ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു കാര്യമാണ് അവർക്കുള്ളൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ ഇപ്പോൾ അവരുടെ ആ ഒരു ഫോക്കസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ, ഇപ്പോൾ ഓൺ ആൻഡ് ഓഫ് അങ്ങനെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, അങ്ങനെയുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാവാം. അതായത് നിങ്ങൾ ആ ഒരു പേഴ്സണോട് ചിലപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർ കറക്റ്റായിട്ടുള്ളൊരു മറുപടി തരണമെന്നില്ല. അല്ലെങ്കിൽ എന്ത് പറ്റി, എന്താണ് ഈ ഒരു സെപ്പറേഷന് കാരണം എന്ന് ചോദിക്കുമ്പോഴും അവർ ചിലപ്പോൾ നിങ്ങൾക്ക് റെസ്പോൺസ് ചെയ്യാതെ ചിലപ്പോൾ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളാകെ വളരെ ഡെസ്പായിട്ടിരിക്കുന്നൊരവസ്ഥയാണ്. എന്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ കാണിക്കുന്നു, എന്താണ് അവരുടെ മൈൻഡിനുള്ളിലുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇവരെ വിചാരിക്കുന്നത് ആ ഒരു പ്രോപ്പർ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് അവർ വിചാരിച്ച കാര്യം അച്ചീവ് ചെയ്തിട്ട് മതി നിങ്ങളെ അറിയിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് തരുന്നത് എന്നിട്ട് മതി എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അതായത് ഇപ്പോഴുള്ളവരുടെ ഒരവസ്ഥയിൽ എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തു ചാടി ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, എടുത്തു ചാടി അവരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പ്ലാനിങ് ഫുള്ള് നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ അവർ വിചാരിച്ച കാര്യം സാധിക്കാതെയായി തീരും എന്നൊക്കെയുള്ളൊരു ഭയം ഈ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ പല രീതിയിൽ കാര്യങ്ങൾ ആലോചിക്കുകയും പ്ലാൻ ചെയ്യുകയും അവരുടെ ആ ഒരു സ്വപ്നം നടക്കുമെന്നവർ കോൺഫിഡൻസോടുകൂടി വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് പ്രകാരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, അവരുടെ മൈൻഡിലുണ്ട്. നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം റൈറ്റ് ടൈം അല്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഇടയ്ക്ക് വന്നിട്ട് ഓൺ ആൻഡ് ഓഫ് കോൺടാക്റ്റ് ഒക്കെ തരുന്ന വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് മിണ്ടിയിട്ട് പോകുന്നതോ അല്ലെങ്കിൽ ഒന്ന് ഹായ് പറഞ്ഞിട്ട് പോകുന്നതൊക്കെ ചിലപ്പോൾ ആ ഒരു മിസ്സിങ് ഫീല് കൊണ്ട് പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെസ്സേജോ വോയിസോ ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അത്രത്തോളം ആ ഒരു പ്രഷർ ഉള്ളിൽ നിന്ന് വരുമ്പോഴായിരിക്കും അവർ വേണ്ട എന്ന് വെച്ചിട്ട് പലപ്പോഴും വന്നു പോകുന്നത്.
വേറെ ചിലർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കംപ്ലീറ്റ്ലി നോ കോണ്ടാക്റ്റിലായിരിക്കാം. ഈ ഒരു പേഴ്സൺ തീർത്തും കോണ്ടാക്റ്റ് ഉപേക്ഷിച്ചൊരു നിലയിൽ തന്നെയായിരിക്കും ഇപ്പോൾ കറൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞത് അല്ലെങ്കിൽ ആ ഒരു പിണക്കത്തിലായതൊക്കെ ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഇതിനകത്ത് വന്നതുപോലെ ഏതെങ്കിലും ഒരു ഫെമിനിൻ എനർജിയുടെ ഇടപെടലോ എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും നിങ്ങളാണ്. അല്ലെങ്കിൽ അവർ നിങ്ങളെ ഓർത്ത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരിച്ചു വരാനും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവാനും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് അവർക്കതിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവരിവിടെ ചുമ്മാ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജി അല്ല, അല്ലെങ്കിൽ വെറുതെ ഡെഡായിട്ടിരിക്കുന്ന ഒരു എനർജി അല്ല, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കുന്ന ഒരു എനർജിയാണ്, മൂവ്മെൻ്റ് ഉള്ള ഒരു എനർജി തന്നെയാണ്. പക്ഷേ അവർ ആ ഒരു ഡിവൈൻ ടൈം അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം, നിങ്ങളുമായിട്ട് ഇത് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ, എത്രത്തോളം റെസനേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ അറിയുന്നതിനായിട്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് നമ്പർ 9, എറണാകുളം. നമ്പർ 5, മകം നക്ഷത്രം. ലെറ്റർ കെ, കൊല്ലം. തിരുവോണം നക്ഷത്രം. ലെറ്റർ എക്സ്. ലെറ്റർ ജെ. വിർഗോ സോഡിയക് സൈൻ. നവംബർ മന്ത്. ലെറ്റർ ബി, ബി ആണ് കേട്ടോ, ബി ഫോർ ബാറ്റ്. കോഴിക്കോട്. നമ്പർ 2, നമ്പർ 21. ലെറ്റർ എം. നമ്പർ 24. പൈസിസ് സോഡിയക് സൈൻ. ലിബ്ര സോഡിയക് സൈൻ. കാർത്തിക നക്ഷത്രം. ലെറ്റർ ഇസഡ്. അത്തം നക്ഷത്രം. നമ്പർ 7. ലെറ്റർ സി. ലെറ്റർ വി. ലെറ്റർ ഡി. ലിയോ സോഡിയക് സൈൻ. നമ്പർ 22. ഉത്രം നക്ഷത്രം. ആൻഡ് ലാസ്റ്റ് നമ്പർ 17. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. ഈ ഒരു പേഴ്സൺ വെറുതെ ഒന്നും ചെയ്യാതിരിക്കുന്നൊരു എനർജിയല്ല, വർക്ക് ചെയ്യുന്നൊരു എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നൊരു എനർജിയും കൂടിയാണ്. അപ്പോൾ അത് നിങ്ങളുടെ എനർജിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്ത് നിങ്ങളുടേതാക്കി മാറ്റുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.